ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സർക്കാരിന്റെ വീഴ്ച തുടരുന്നു. പത്തനംതിട്ട തിരുവല്ല മുത്തൂരിലെ ക്യാമ്പിൽ ഇന്നും ഭക്ഷണം വിതരണം ചെയ്തില്ല. പരാതി വന്ന ക്യാമ്പിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സാധന സാമഗ്രികൾ വിതരണം ചെയ്തത്. പ്രഭാത ഭക്ഷണം അവിൽ മാത്രമായിരുന്നു. അതും ശരിയാവണ്ണം ലഭിച്ചില്ലെന്ന പരാതിയുണ്ട്. ഉച്ചഭക്ഷണം പാകം ചെയ്യാൻ എത്തിച്ചത് 12:30 കഴിഞ്ഞ്. മുത്തൂർ SNDP ഹാളിലെ ക്യാമ്പിൽ പരാതി പ്രളയമാണ്. അവല് നനച്ചത് പഴങ്ങഞ്ഞി ഉണ്ടായിരുന്നു. ഇല്ല, അരി അടുപ്പ് ഇട്ടതേ ഉള്ളൂ. ഞങ്ങള് അരി അടുപ്പിലിട്ട് ഇത്ര നേരം ഒരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. കൊച്ചു പിള്ളേരൊക്കെ അവല് മാത്രമാണ് അവര് മാത്രമാണ് കിട്ടിയത്. കൊച്ചു പിള്ളേർ 2-3 ബിസ്ക്കറ്റും കൊടുത്തു അതുങ്ങൾക്ക്, അല്ലാതെ വേറെ ഒരു സാധനം ഇല്ലായിരുന്നു. ഷുഗറുള്ളവർക്ക് അവല് മാത്രം അത് എങ്ങനെയാ നമുക്കറിയത്തില്ല. അവരെല്ലാം വിശന്നിരിക്കുക. അവർ പറഞ്ഞു ഇനി ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു. ഭക്ഷണം രാവിലെ അവല് നനച്ചത് കഴിച്ച്, പിന്നെ ഉച്ചക്കത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ആ സാധനമൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. അതുകൊണ്ട് ഇപ്പോൾ അരി ഇടാനായിട്ട് ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ. കൊച്ചു കുട്ടികളൊക്കെ ഈ അവല് മാത്രം ഒരു ശകലിച്ച കഴിച്ചതൊക്കെ ഉള്ളൂ. ഞങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ വെന്ത് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് വരണം. ആ സമയം ആകണം ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ. സർക്കാരിന് വീഴ്ച പറ്റിയെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി. ഡിവൈഎഫ്ഐ ഉള്ളതുകൊണ്ട് ക്യാമ്പിനി സുഗമമായി പോകുമെന്ന് മുൻ MLA മാത്യു ടി തോമസ്. ഒരു ഏകോപനത്തിൻ്റെ പോരായ്മ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പ്രകടമായി കാണുന്നുണ്ട്. എന്നാലും ഈ സമയത്ത് അത് പെരുപ്പിച്ച് കാട്ടി അല്ലെ അത് പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പല്ല ഞങ്ങളുടെ ലക്ഷ്യം. പോരായ്മകളുള്ളിടത്ത് അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആപൽഘട്ടത്തിൽ ചെയ്യാനുള്ളത്. അതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ചെയ്തത്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവജന സംഘടനകൾ, ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ വളരെ സജീവമായി രംഗത്തുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാതെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ക്യാമ്പിൽ വലിയ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവപ്പെട്ടു. ഇന്ന് ഡിവൈഎഫ്ഐ സാധനങ്ങൾ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഭക്ഷണം മുടങ്ങിയിനി. അതായിരുന്നു യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി VD സതീശനെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതിനാൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങളും അവഗണിക്കുമോ എന്ന് അറിയില്ല. കൈരളി ന്യൂസ്, പത്തനംതിട്ട.